ലോകം മുഴുവൻ യുദ്ധഭീഷണിയിലാണ്. നിരവധി രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത അഴിച്ചുവിടുകയാണ്. എന്നാൽ ഈ അവസാന കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ സ്ഥിതികൾ എന്തിലാകുമെന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും ഇറാനും ഇസ്രായേലും പാലസ്തീനും ഗാസയും ഹിസ്ബുള്ളയും റഷ്യയും യുക്രൈനും സിറിയയും അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. യുദ്ധത്തിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളുടെ യുദ്ധഭീഷണി ലോകമെങ്ങും പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലടക്കം ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് വന്നു കഴിഞ്ഞു. ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കാം? ചിലർ പറയുന്നു ലോകാവസാനത്തിന്റെ അടയാളം തന്നെയാണ് ഇതെന്നാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ ശരിയായിരിക്കാം. കാരണം ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ശത്രുതയിൽ നിൽക്കുകയും അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങളും നശിപ്പിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അത് ലോകത്തിന്റെ അവസാനത്തിന്റെ പ്രധാന കാരണമാകാം. കാരണം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാതെ, ആഹാരം കിട്ടാതെ, മെഡിസിൻ കിട്ടാതെ ആളുകളുടെ ജീവൻ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ അത് ലോകാവസാനത്തിന്റെ നാളുകളിലേക്ക് എത്തും. മനുഷ്യന്മാർ ഇല്ലാതാകും, അതോടുകൂടി വസ്തുവകകൾ ഇല്ലാതാകും, ജീവജാലങ്ങൾ ഇല്ലാതാകും, മരങ്ങളും മലകളും ഇല്ലാതാകും. അത് ഭൂമിയുടെ അവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാകും. പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമെല്ലാം നമ്മളെ അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പലപ്പോഴായി ലോകാവസാനത്തിന്റെ നാളുകൾ എത്തുന്നതായുള്ള സൂചനകൾ വന്നു. ലോകം അവസാനിക്കാൻ തുടങ്ങുമ്പോൾ സൂര്യൻ പൊട്ടിത്തെറിക്കും, നക്ഷത്രങ്ങൾ ഇല്ലാതാകും, ജലാശയങ്ങൾ വറ്റിവരളും. അങ്ങനെ നിരവധിയായ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ പല ഗ്രന്ഥങ്ങളിലും അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുമുണ്ട്. അത്തരത്തിൽ നിരവധി വ്യാഖ്യാനങ്ങളുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിൽ യുദ്ധങ്ങളെ പറ്റിയും അല്ലെങ്കിൽ മഹാമാരികളെ പറ്റിയും പേമാരിയെ പറ്റിയുമെല്ലാം നിറയെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാന്റെ യുദ്ധത്തെ പറ്റി അടക്കം ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബൈബിളിൽ ഇറാനെ പറ്റി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു നോക്കാം. ഇറാൻ പണ്ട് ഏലോം എന്നാണ് അറിയപ്പെട്ടത്. അതായത് ബൈബിളിൽ ഏലോമിനെ പറ്റി പറയുന്നതെല്ലാം ഇറാനെ പറ്റി പറയുന്നതാണ്. അതായത് ഇറാൻ ഇല്ലാതാകുകയും അതോടൊപ്പം തന്നെ ഇറാനെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ദൈവത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. പല രാജ്യങ്ങളിലും പല വർഷങ്ങളിലും പല രാജ്യങ്ങൾ ഇറാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവരെ ഉന്നതിയിലെത്തിക്കാനും അതുപോലെ തന്നെ താഴേക്ക് എത്തിക്കാനും ശ്രമിക്കും. ഇറാനെ നശിപ്പിക്കുന്നതിന് ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. വേട്ടയാടുന്ന ശത്രുക്കളുടെ മുൻപിൽ സംബിതരാകാൻ ഞാൻ ഏലാമിനിട വരുത്തും. എൻ്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നവരെ വാൾ അവരെ പിന്തുടരും. ജെറമിയ 49 അധ്യായം 37 വാക്ക്. പക്ഷേ അവസാന നാളുകളിൽ ഏലാമിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും, കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറമിയ 49:39. പേർഷ്യക്കാരും കുഷ്യരും പുത്യരും എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇറാനെ സഹായിക്കാൻ ഹിസ്ബുള്ളയും ഹമാസും ഗാസയും അങ്ങനെ പല രാജ്യങ്ങൾ കൂടെയുണ്ട്. അവരെയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒപ്പം നിന്ന് അവരുടെ കൂടെ നിന്ന് ഇറാൻ യുദ്ധം ചെയ്യും ഇസ്രായേലിനെ തകർക്കാൻ. ഭൂമി മറയ്ക്കുന്ന മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും. എസെക്കിയേൽ 38:16. ഇസ്രായേലിനെതിരെ ശക്തമായ യുദ്ധമാണ് ഇറാൻ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നത്. അതേസമയം വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം, ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർക്കാതിരിക്കട്ടെ എന്നും അവർ പറയുന്നു. സങ്കീർത്തനം 83:4. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഇറാന് സാധിക്കുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാവുകയാണ്. ബൈബിൾ പോലുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ, വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇറാനെ പറ്റിയും ഇസ്രായേലിനെ പറ്റിയും ഈ രണ്ട് യുദ്ധങ്ങളെ പറ്റിയുമുള്ള കാര്യങ്ങൾ ഇത്രയും വ്യക്തമായി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സത്യം എന്തായിരിക്കാം? വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോഴും എല്ലാവരും തിരയുകയാണ്. അതേസമയം ഖുറാനിലേക്ക് നോക്കുകയാണെങ്കിൽ യുദ്ധത്തെ പറ്റി പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലോകാവസാനത്തെ പറ്റി പറയുമ്പോഴും വ്യക്തമായും കൃത്യമായും ഇതുവരെയും ഒന്നും പറയുന്നില്ല. അതായത് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ പിളർക്കുമ്പോഴും ദൈവത്തിന്റെ ആഗമനം വരികയാണെന്നാണ് ഖുറാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെയുള്ള സമയം ഇനി ശക്തമാവുകയാണ്. പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഇതുപോലെ പല കാര്യങ്ങളും പരാമർശിക്കുമ്പോൾ ലോകം അവസാനത്തിലേക്ക് എത്തുകയാണോ എന്ന ചോദ്യം വളരെ പ്രസിദ്ധമാവുകയാണ്. എന്നാൽ പോലും ഈ ഒരു യുദ്ധം ലോകാവസാനത്തിലേക്ക് എത്താനുള്ള സാധ്യത ഏറുമെന്നുള്ളത് കൃത്യമാണ്. കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പല നാശനഷ്ടത്തിലേക്കുമാണ് എത്തിക്കുന്നത്. ആഹാരം, വസ്ത്രം, ആളുകളുടെ ജീവൻ ഇതൊന്നും ഇല്ലാതാകുന്ന ഒരു ലോകത്ത് എങ്ങനെ നമുക്ക് താമസിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. യുദ്ധങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ ലോകാവസാനം തീർച്ചയാണ്. അതിനുവേണ്ടി കാത്തിരിക്കേണ്ട നാളുകൾ കടന്നു വരികയാണ്.